അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് 10 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. അമീബിക് മസ്തിഷ്ക ജ്വരം, അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനിലയിലൊക്കെ പുരോഗതിയുണ്ട് എന്നറിയുന്നു. എന്താണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്? എങ്ങനെ പോകുന്നു നടപടികൾ? പൂജ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിന്ന് ഒരു അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ളൊരു യുവാവ് 3 ആഴ്ചയോളമായി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യുവാവിനെ ഇപ്പോൾ രോഗം കുറച്ചെങ്കിലും ഭേദമായതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ 10 പേർ, നേരത്തെ 11 പേരുണ്ടായിരുന്നു, 10 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലുമുണ്ട് എന്നുള്ളതാണ് കാര്യം. 7 പേർ നമുക്ക് ഈ രോഗം വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 10 പേരെന്ന് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ആരോഗ്യ വകുപ്പിനെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔദ്യോഗിക കണക്ക് കൃത്യമായി പുറത്തുവിടുന്നതിലൊക്കെ സർക്കാരിന് വീഴ്ച പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പല കോണുകളിൽ നിന്ന് വരുന്നൊരു ആക്ഷേപം. സംസ്ഥാനത്ത് ഇതുവരെ 17 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എണ്ണമുണ്ടോ, അതല്ലെങ്കിൽ രോഗബാധ ഉള്ളവർ ഇതിൽ കൂടുതലുണ്ടോ എന്നുള്ള രീതിയിലാണ് പല ഭാഗത്തു നിന്നും വരുന്ന ആക്ഷേപം. ശരി ഇംതിയാസ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കോഴിക്കോട് നിന്നും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ടായിരുന്നത് കാസർഗോഡ് സ്വദേശിയാണ്. അയാളെ വാർഡിലേക്ക് മാറ്റി എന്നുള്ളതാണ്.